നമ്മളിപ്പോൾ നിൽക്കുന്നത് മുളക്കുളം പഞ്ചായത്തിൻ്റെ പുതിയ ഗ്യാസ് ക്രെമറ്റോറിയത്തിൻ്റെ മുമ്പിലാണ്. ഒരു മാസം മുമ്പാണ് ഇത് ഉദ്ഘാടനം നടന്നെങ്കിലും ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 16-ാം തീയതി ഗ്യാസ് ക്രെമറ്റോറിയം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തെങ്കിൽ പോലും ഇന്നാണ് യഥാർത്ഥത്തിൽ ഒരു ബോഡി ഇവിടെ സംസ്കരിക്കുവാൻ സാഹചര്യമുണ്ടായത്. അതിൽ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ ഇന്ന് പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഒരു ബോഡി ദയിപ്പിക്കുവാൻ ഏതാണ്ട് 3500 രൂപയാണ് ഒരു ബോഡിക്ക് റേറ്റ് വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രദേശത്തൊക്കെ പിറവും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഈ തുക റേറ്റാണ് അവരും മേടിക്കുന്നത്. അതുകൊണ്ട് 3500 രൂപയാണ് റേറ്റ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സൗകര്യാർത്ഥമാണ്. ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്ത് ക്രെമറ്റോറിയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അത് തുറന്ന് ഇന്ന് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ വന്ന ബന്ധുമിത്രാദികളെ അവരുടെ ദുഃഖാർത്ഥമായ അവരുടെ കുടുംബാംഗങ്ങളെ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരുവാൻ സാധാരണ സമീപ പഞ്ചായത്തുകളിലൊക്കെയുള്ള ശ്മശാനത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ആ പ്രദേശങ്ങൾ ഒത്തിരി വഴികളിൽ നിന്നും വിട്ട് ഉൾപ്രദേശങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ പൊതുശ്മശാനത്ത് നമ്മുടെ ഏത് പ്രദേശത്തുള്ള ആളുകൾക്കും വളരെ കൃത്യമായി ഇവിടെ എത്തിച്ചേരുവാൻ ഉള്ള യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എത്തിച്ചേരാനുള്ള വഴി സൗകര്യമുണ്ട് എന്നുള്ള പ്രത്യേകത ഉണ്ട്. ഈ ഗ്യാസ് ക്രെമറ്റോറിയത്തിൻ്റെ ഓപ്പറേറ്ററായ ജോയിച്ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. ജോയിച്ചേട്ടനോട് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നാണ്. ജോയിച്ചേട്ടാ നമസ്കാരം. ഗ്യാസ് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. 8 കുറ്റി ഗ്യാസാണ് ഇതിന് പ്രവർത്തനത്തിന് വേണ്ടി വേണ്ടത്. പക്ഷേ ഒരു ബോഡി 2 മണിക്കൂർ 2.5 മണിക്കൂറോടത്തോളം വേണം ഈ ബോഡി ദഹിക്കാൻ. അത്രയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഈ ഗ്യാസ് എല്ലാത്തിനും കൂടെ വരുന്നത് കൊണ്ട് ആണ് ഒന്നിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു കുറ്റിയുടെ അടുത്താണ് ഒരു ഓണത്തിന് ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് ചിലവാകുന്നുള്ളൂ. അപ്പോൾ ഈ ബോഡി വരുന്നതിന് മുമ്പ് നിലവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സജ്ജീകരണങ്ങളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ബോഡി വരുന്നതിന് മുമ്പ് അതിൻ്റെ വെള്ളം ഓക്കെയാണോ എന്ന് പരിശോധിക്കണം. ഈ വെള്ളം അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്യണേ, പുകയായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് പോകുന്നത്. ഇതിന്റെ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. പിന്നെ മെഷീന്റെ പ്രവർത്തനം ശരിയാണോ എന്ന് നോക്കണം. അത് ശരി. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ബോഡി വരുന്നതിന് മുമ്പ് മുന്നൊരുക്കമായിട്ട് നോക്കി വേണം കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഈ ചാരം ഉണ്ടല്ലോ, അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ അവരെ കൊടുത്തു വിടുവാണോ അത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് ദഹനം കഴിഞ്ഞതിന് ശേഷം അതിന് അവര് കർമ്മത്തിന് വേണ്ടിയിട്ട് അസ്ഥി എടുക്കുകയും ചാരം എടുക്കുകയും അത്